സ്വഹീഹുൽ ബുഖാരി ദർസ് 51 കിതാബുൽ ഇൽമ് ദീനി വിജ്ഞാനം സംബന്ധിച്ച കിതാബ്. അടുത്ത അധ്യായം ബാബു തഹ്രീദുൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫദ അബ്ദുൽ ഖൈസി അലാ അൻ യഹ്ഫളു അൽ ഈമാന വൽ ഇൽമ വയുഖ്ബിറു മൻ വറാഅഹും. ബാബ് അധ്യായം തഹ്രീദ് പ്രേരിപ്പിക്കൽ, ഹസ് ചെയ്യൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രേരിപ്പിക്കൽ. അബ്ദുൽ ഖൈസ് വഫദ അബ്ദുൽ ഖൈസിന്റെ പ്രതിനിധി സംഘത്തെ, റബിയ ഗോത്രത്തിൽപ്പെട്ട അബ്ദുൽ ഖൈസ് വിഭാഗം, അവരുടെ പ്രതിനിധി സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നതായിട്ട് കിതാബുൽ ഈമാനിൽ കഴിഞ്ഞു പോയ ഹദീസ് ഉണ്ട്. അത് തന്നെയാണ് ഇതിലും പറയുന്നത്. ഇവിടെ കിതാബുൽ ഇൽമിൽ ഇത് ഉൾപ്പെടുത്തി എന്ന് മാത്രം. അവർ ഈമാൻ എന്നത് മനഃപ്പാടമാക്കാൻ, അല്ലെങ്കിൽ പഠിക്കാൻ, മനസ്സിലാക്കാൻ, ഗ്രഹിക്കാൻ, വൽ ഇൽമ ദീനി വിജ്ഞാനവും, വയുഖ്ബിറു മൻ വറാഅഹും അവർക്ക് പിറകിലുള്ളവർക്ക്, അതായത് ഉദ്ദേശിക്കുന്നത് അവരുടെ നാട്ടിൽ ഉള്ള അവരുടെ ആളുകൾക്ക് വിവരം അറിയിച്ചു കൊടുക്കാനും ആ ഇൽമ എത്തിച്ചു കൊടുക്കാനും ഇത് സംബന്ധിച്ച് പറയുന്ന അധ്യായം. ഇതിന് താലീഖായിട്ട് കൊടുത്തിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. വഖാല മാലിക് ഇബ്നുൽ ഹുവൈരിസ്, മാലിക് ഇബ്നുൽ ഹുവൈരിസ് എന്നവർ പറഞ്ഞു, റളിയല്ലാഹു അൻഹു, ഒരു സഹാബിയാണ്. ഖാല ലനാ അൻ-നബിയ്യു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇർജിഉ ഇലാ അഹ്ലിക്കും, നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിലേക്ക് മടങ്ങൂ, ഫഅല്ലിമൂഹും എന്നിട്ട് അവരെ പഠിപ്പിക്കൂ എന്ന്. ഈ തഅലീഖ് ഇമാം ബുഖാരി റഹിമഹുല്ലാ മറ്റു ഭാഗങ്ങളിൽ പൂർണ്ണ പരമ്പരയോടുകൂടി കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഇതിന്റെ അവസാന ഭാഗം കൊടുത്തതാണ്. കിതാബുൽ ഇൽമുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് ഇൽമു പഠിപ്പിക്കൂ എന്ന ആ ഭാഗം മാത്രം കൊടുത്തതാണ്. ഇനി അബ്ദുൽ ഖൈസിന്റെ പ്രതിനിധി സംഘത്തിന്റെ വിഷയം പറയുന്ന ഹദീസ് 87. ഹദ്ദസനാ മുഹമ്മദ് ബിൻ ബഷാർ ഖാല ഹദ്ദസനാ ഉൻദറുൻ ഖാല ഹദ്ദസനാ ശുഅബത്തുൻ അൻ അബി ജംറത ഖാല കുന്തു അതർജിമു ബൈന ഇബ്നു അബ്ബാസിൻ വബൈന നാസി. അപ്പോൾ നമ്മൾ പറഞ്ഞു, ഇത് ഈ ഹദീസ് കിതാബുൽ ഈമാനിൽ വന്നിട്ടുണ്ട്. ഇതേ ലഫ്ദിലല്ല, ചെറിയ വ്യത്യാസത്തിലാണ്. ഇവിടെ മറ്റൊരു പരമ്പരയിലാണ് ഈ പറയുന്നത്. അപ്പൊ അബൂ ജംറ റളിയല്ലാഹു അൻഹു പറയാണ്, കുന്തു അതർജിമു ബൈന ഇബ്നു അബ്ബാസിൻ വബൈന നാസി, ഞാൻ ജനങ്ങൾക്കും ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവർക്കും ഇടയിൽ പരിഭാഷപ്പെടുത്തുന്ന ആളായിരുന്നു, തർജ്ജമ ചെയ്യുന്ന ആളായിരുന്നു, ചെയ്യാറുണ്ടായിരുന്നു. തർജ്ജമ ചെയ്യാന്ന് പറഞ്ഞാൽ രണ്ടർത്ഥത്തിലാണ്. ഒന്ന്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നത് ശരിക്കും അറബി അറിയാത്ത ആളുകൾക്ക്, പിന്നെ പല ഭാഗങ്ങളിലൊക്കെ വരുന്നവരുണ്ടാവുമല്ലോ, അവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ആള്. അതല്ലെങ്കിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്ന കാര്യം കുറച്ചുകൂടെ വിശദീകരിച്ച് അത് ജനങ്ങൾക്ക്, പല ഭാഗങ്ങളിൽ വരുന്ന ആളുകൾക്കൊക്കെ വ്യക്തമാക്കി കൊടുക്കുക, മനസ്സിലാക്കി കൊടുക്കുക എന്ന അർത്ഥത്തിൽ. എന്താട്ടെ, ഫഖാല, അപ്പോ അദ്ദേഹം പറഞ്ഞു, അതായത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് അബൂ ജംറ പറയാണ്, ഇന്ന വഫദ അബ്ദുൽ ഖൈസി അതൗ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാൽ, നിശ്ചയം അബ്ദുൽ ഖൈസിന്റെ പ്രതിനിധി സംഘം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് എത്തി. അവർ വന്നു. ഫഖാൽ, എന്നിട്ട് അവർ അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മനിൽ വഫദു ഔ മനിൽ ഖൗമു, ഏത് പ്രതിനിധി സംഘം അല്ലെങ്കിൽ ഏത് ജനത എന്നാണ് നബി ചോദിച്ചത്. ഖാലു, അപ്പൊ അവർ പറഞ്ഞു, റബിയ ഗോത്രക്കാർ. റബിയ ഗോത്രത്തിൽപ്പെട്ടതാണ് അബ്ദുൽ ഖൈസ് എന്ന ഉപവിഭാഗം. ഫഖാൽ, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മർഹബൻ ബിൽ ഖൗമി ഔ ബിൽ വഫദി, ജനതക്ക് അല്ലെങ്കിൽ പ്രതിനിധി സംഘത്തിന് സ്വാഗതം. ഖസായ വല നദാമ, ഖസായ നിന്ദ, നദാമ ദുഃഖം. നിങ്ങൾക്ക് ദുഃഖിക്കേണ്ടി വരില്ല, നിങ്ങൾക്ക് നിന്ദിതരാവേണ്ടി വരില്ല. അപ്പൊ നിന്ദിതരാവാതെ, ദുഃഖിതരാവാതെ എന്നാണ് അർത്ഥം. ഖാലു, അപ്പൊ അവർ പറഞ്ഞു, ഇന്നാ നഅതീക മിൻ ശുഖത്തിൻ ബഈദത്തിൻ, നിശ്ചയം ഞങ്ങൾ വരുന്നത് കുറെ ദൂര പ്രദേശത്ത് നിന്നാണ്. വബൈനനാ വബൈനക ഹാദൽ ഹയ്യു മിൻ കുഫാരി മുളറ, ഞങ്ങൾക്കും താങ്കൾക്കും ഇടയിൽ കാഫിരീങ്ങളായ മുളർ ഗോത്രക്കാർ ഉണ്ട്, അവരുടെ നാട് അതിന് ഞങ്ങൾക്കും താങ്കൾക്കും ഇടയിലാണ്. വലാ നസ്തതിഉ അൻ നഅതീക ഇല്ലാ ഫി ഷഹ്രിൻ ഹറാമിൻ, അതുകൊണ്ട് ഞങ്ങൾക്ക് താങ്കളടുത്ത് പവിത്ര മാസങ്ങളിൽ, അതായത് യുദ്ധം നിഷിദ്ധമായ മാസത്തിലല്ലാതെ താങ്കളുടെ അടുത്ത് വരാൻ പറ്റില്ല. കാരണം യുദ്ധം നിഷിദ്ധമായ മാസമാകുമ്പോൾ അവരാക്രമിക്കൂല, അതല്ലെങ്കിൽ ഞങ്ങൾ അവരെ ആക്രമിക്കും. അതുകൊണ്ട്
ഫമുർനാ ബി അംറിൻ നുഖ്ബിറു ബിഹി മൻ വറാഅന. അതുകൊണ്ട് ഞങ്ങൾക്ക് താങ്കൾ കാര്യം കൽപ്പിക്കണം. നുഖ്ബിറു ബിഹി, അതുകൊണ്ട് ഞങ്ങൾക്ക് വിവരമറിയിക്കാം. മൻ വറാഅന, ഞങ്ങളുടെ പിറകിലുള്ളവർക്ക് എന്ന് പറഞ്ഞാൽ നാട്ടിലുള്ള ആളുകൾക്ക്. ഞങ്ങളൊരു റെപ്രസെന്റേറ്റീവ്സ് ആണല്ലോ, പ്രതിനിധി സംഘമാണ്, ഡെലിഗേഷനാണ്. യദ്ഖുലു ബിഹി അൽ ജന്ന, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാം. അപ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ ഖൗമിനും താങ്കൾ ദീനിയായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരണം. അത് ഞങ്ങൾക്ക് നാട്ടിലുള്ള ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്യാം. അങ്ങനെ ഞങ്ങൾക്ക് സ്വർഗപ്രവേശനം നേടാലോ. ഞങ്ങൾക്കാണെങ്കിൽ എപ്പോഴും വരാൻ പറ്റില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് 4 കാര്യങ്ങൾ കൽപ്പിച്ചു. വനഹാഹും അൻ അർബഈൻ, അവർക്ക് 4 കാര്യങ്ങൾ നിരോധിക്കുകയും ചെയ്തു. 4 കാര്യങ്ങൾ ഒരു ഹജ്ജ് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പൊ അത് ഹജ്ജ് ഒരു പക്ഷെ പറഞ്ഞിട്ടുണ്ടാവാം, അത് പിന്നീട് റാവി വിട്ടുപോയതാവാം എന്ന പല വിശദീകരണങ്ങളും മുമ്പ് നമ്മൾ കണ്ടതാണ്. ഇനി അമറഹും ബിൽ ഈമാൻ ബില്ലാഹി വഹ്ദഹ്, അവരോട് അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അള്ളാഹുവിൽ മാത്രം, അതായത് അള്ളാഹു മാത്രമേ ഇലാഹുള്ളൂ എന്ന വിശ്വാസം കൽപ്പിച്ചു. അതുകൊണ്ട് കൽപ്പിച്ചു. എന്നിട്ട് നബി തുടർന്ന് പറഞ്ഞു, ഹൽ തദറൂന മൽ ഈമാനു ബില്ലാഹി വഹ്ദഹ്, അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ, അവൻ മാത്രമാണ് ഇലാഹ് എന്ന് വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ് എന്ന് നിങ്ങൾക്കറിയാമോ? ഖാലു, അവർ പറഞ്ഞു, അല്ലാഹു വറസൂലുഹു അഅലം, അള്ളാഹും അവന്റെ റസൂലും ഏറ്റവും അറിയുന്നവരാണ്. ഖാല, ഇപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അള്ളാഹുവിലുള്ള വിശ്വാസം എന്ന് പറഞ്ഞാൽ അതിന്റെ ഭാഗമാണ് ഈ കാര്യങ്ങളൊക്കെ ഇനി പറയണം. ഷഹാദത്തു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹി വ ഇഖാമുസ് സ്വലാത്തി വ ഈതാഉസ് സകാത്തി വ സൗമു റമദാന വ തുഅത്തുൽ ഖുമുസ മിനൽ മഗ്നമി. ഷഹാദത്ത്, സത്യസാക്ഷ്യം, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ല, ഒരു ആരാധ്യനുമില്ല എന്ന്. വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹി, നിശ്ചയം മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂലാണെന്നും. ഇഖാമുസ് സ്വലാത്തി, നിസ്കാരം നിലനിർത്തലും, പിന്നെ വ ഈതാഉസ് സകാത്തി, സകാത്ത് കൊടുത്തു വീട്ടലും, വ സൗമു റമദാന, റമദാൻ മാസത്തിൽ നോമ്പ് നോൽക്കലും, വ തുഅത്തുൽ ഖുമുസ മിനൽ മഗ്നമി, ഗനീമത്ത് സ്വത്തിൽ നിന്ന്, അതായത് യുദ്ധം, ശത്രുക്കളുമായി യുദ്ധം ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് ശത്രുക്കളിൽ നിന്ന് പിടിച്ചെടുക്കുന്ന യുദ്ധാർജിത സ്വത്തുക്കൾ, അതിൽ 1/5 നൽകലും. 1/5 അള്ളാഹുവിനും റസൂലിനും നൽകുക. അള്ളാഹു റസൂലിനും നൽകുക പറഞ്ഞാൽ ദീനീ കാര്യങ്ങൾക്ക്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചെലവുകൾക്ക്, അതേപോലെ അതിന്റെ വിശദാംശങ്ങളൊക്കെ മുമ്പ് പറഞ്ഞതാണ്. മിസ്കീന്മാർക്കൊക്കെ അതിൽ നിന്നാണ് കൊടുക്കുക. അപ്പൊ അതിനു വേണ്ടി നൽകുക. വനഹാഹും അനി ദുബ്ബാഇ വൽ ഹന്തമി വൽ മുസഫത്തി, അവർക്ക് നബി ദുബ്ബാഇ, ഹന്തം, മുസഫത്ത് എന്നീ പാത്രങ്ങൾ നിരോധിച്ചു. കാല ഷുഅബത്തുൻ, ഷുഅബത്ത് എന്ന ഉപനിവേദകൻ പറഞ്ഞു, റുബ്ബമാ ഖാല അൻ നഖീർ വ റുബ്ബമാ ഖാല അൽ മുഖയ്യർ, നബി നഖീർ എന്നോ മുഖയ്യർ എന്നോ പറഞ്ഞു. 4മതൊരു പാത്രത്തിന്റെ പേരാണ് ഖാല. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇഹ്ഫളുഹു വ അഖ്ബിറുഹു മൻ വറാഅക്കും, ഇഹ്ഫളുഹു, ഇത് നിങ്ങൾ ശരിക്ക് ഗ്രഹിക്കുക, വ അഖ്ബിറുഹു, നിങ്ങൾ അത് വിവരം അറിയിക്കുകയും ചെയ്യുക. ഈ പറഞ്ഞ കാര്യങ്ങൾ വിവരം അറിയിക്കുക, മൻ വറാഅക്കും, നിങ്ങളുടെ പിറകിലുള്ളവർ എന്ന് പറഞ്ഞ നാട്ടിലുള്ള നിങ്ങളുടെ വീട്ടുകാരും നാട്ടുകാരുമായിട്ടുള്ള ആളുകൾക്ക് നിങ്ങൾ ഈ വിവരങ്ങൾ അറിയിക്കുകയും ചെയ്യുക, കൈമാറുക എന്നർത്ഥം. അപ്പൊ ഇവിടെ ഹന്തം, ദുബ്ബാഇ, ഹന്തം, മുസഫത്ത്, പിന്നെ നഖീർ, അലി മുഖയ്യർ, ഇങ്ങനെ 4 പാത്രങ്ങളുടെ പേരുകളാണ്. ഇത് 4ഉം അവര് മദ്യം വിളമ്പിയിരുന്ന പാത്രങ്ങളാണ്. അപ്പൊ അത് നിരോധിക്കുക എന്ന് പറഞ്ഞാൽ മദ്യം മാത്രമല്ല, അതുണ്ടാക്കുന്ന പാത്രങ്ങൾ, അത് വിളമ്പാൻ ഉപയോഗിക്കുന്ന പാത്രങ്ങൾ അതുപോലും ഉപയോഗിക്കാൻ പാടില്ല. ആ പാത്രം തന്നെ ഉപേക്ഷിക്കുക എന്നത്. അടുത്ത അധ്യായം ബാബു അർരിഹ്ലതി ഫിൽ മസ്അലത്തി നാസിലത്തി വ തഅലീമി അഹ്ലിഹി. ബാബ്, അധ്യായം അർരിഹ്ലതി, യാത്ര സംബന്ധിച്ച്. റിഹ്ലത്ത് പുറപ്പെടുക. ഫിൽ മസ്അലത്തി നാസിലത്തി, പെട്ടെന്നുണ്ടായ അല്ലെങ്കിൽ ഒരു വിഷയം, ഒരു പ്രോബ്ലം, അതിന്റെ വിഷയത്തിൽ. വ തഅലീമി അഹ്ലിഹി, കുടുംബത്തിനെ അത് പഠിപ്പിക്കലും. ഇപ്പൊ നേരത്തെ ത്വലബുൽ ഇൽമിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇൽമ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്ര. അത് മൊത്തത്തിൽ ഇൽമ അന്വേഷിച്ചുകൊണ്ടുള്ള യാത്രയാണ്. ഇതൊരു പ്രത്യേക മസ്അല അന്വേഷിക്കാൻ വേണ്ടിയിട്ടുള്ള യാത്ര. ആദ്യം പറഞ്ഞ ജനറലാണ്, ഇത് ഖാസാണ്, പർട്ടിക്കുലർ ആണ്. ഇതും ത്വലബുൽ ഇൽമിൽ പെടും, അതിനുള്ള യാത്രയിൽ പെടും. ഹദീസ് 88. حدثنا محمد بن مقاتل أبو الحسن
قال أخبرنا عبد الله قال أخبرنا عمر بن سعيد بن أبي حسين قال حدثني عبد الله بن أبي مليكة عن عقبة بن الحارث أنه تزوج ابنة لأبي إيهاب بن عزيز فأتته امرأة فقالت ഉഖബത്ത് ബിനുൽ ഹാരിസ് റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി റിപ്പോർട്ട് ചെയ്യാം. അദ്ദേഹത്തിൽ നിന്നുള്ള ഒരു നിവേദനം. അന്നഹു നിശ്ചയം അദ്ദേഹം തന്നെ, അതായത് ഉഖബത്ത് ബിനുൽ ഹാരിസ് എന്നവർ തസവ്വജ ഇബ്നതൻ ലി അബി ഇഹാബ് ബിൻ അസീസ്, അബൂ ഇഹാബ് ബിൻ അസീസ് റളിയല്ലാഹു അൻഹു എന്നവരുടെ ഒരു മകളെ അയാൾ വിവാഹം ചെയ്തു. അദ്ദേഹം വിവാഹം ചെയ്തു. ആര്? ഉഖബത്ത് ബിനുൽ ഹാരിസ്. ഫഅതതുഹു ഇംറഅത്തുൻ, അപ്പൊ അദ്ദേഹത്തിന്റെ അടുത്ത് ഒരു സ്ത്രീ വന്നു ഈ വിവാഹം കഴിഞ്ഞ ശേഷം. അബൂ ഇഹാബ് ബിൻ അസീസിന്റെ മകളെ ഉഖബത്ത് ബിനുൽ ഹാരിസ് വിവാഹം ചെയ്ത ശേഷം ഉഖബത്തിന്റെ അടുത്ത് ഒരു സ്ത്രീ വന്നു. ഫഖാലത്ത്, എന്നിട്ട് ആ സ്ത്രീ പറഞ്ഞു, ഇന്നി ഖദ് അർദഅതു ഉഖബത വല്ലതി തസവ്വജ, നിശ്ചയം ഞാൻ ഉഖബത്തിനും അദ്ദേഹം വിവാഹം ചെയ്ത സ്ത്രീക്കും മുല കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. ആകെ പ്രശ്നമായല്ലോ. ഖാല ലഹ ഉഖബത്തു, അപ്പൊ ഉഖബത്ത് പറഞ്ഞു അവരോട്, ആ സ്ത്രീയോട്, മാ അവലമു അന്നക്കി അർദഅതിനി, എനിക്ക് താങ്കൾ മുല തന്നിട്ടുണ്ട് എന്ന വിവരം എനിക്കറിയില്ല. വല അഖ്ബറത്തിനി, അതാകട്ടെ താങ്കൾ വല അഖ്ബർത്തിനി, താങ്കൾ എന്നോട് പറഞ്ഞിട്ടുമില്ലല്ലോ മുമ്പ്. ആകെ വിഷയമല്ലോ. കാരണം ഒരു സ്ത്രീ ഒരു കുട്ടിക്ക് മുല കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയും വേറൊരു കുട്ടിക്ക് മുല എടുത്തിട്ടുണ്ടെങ്കിൽ ആ കുട്ടിയും തമ്മിൽ പരസ്പരം സഹോദരങ്ങളായി. അതേപോലെ ആ സ്ത്രീക്ക് മക്കളുണ്ടെങ്കിൽ ആ സ്ത്രീ വേറെ ഏതെങ്കിലും കുട്ടികൾക്ക്, ആ സ്ത്രീയുടെ കുട്ടികളല്ല, വേറെ ഏതെങ്കിലും കുട്ടികൾക്ക് മുലകുടി പ്രായത്തിൽ 2 വയസ്സിനകത്തുള്ള പ്രായത്തിൽ പിന്നെ മുല കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് റൊളാത്ത് എന്നാ പറയാം, മുലകുടി ബന്ധം. അവർ തമ്മിൽ മുലകുടി ബന്ധത്തിലായി. അതായത് ആ സ്ത്രീയുടെ മുലകുടി ബന്ധത്തിലുള്ള മക്കളായി ഈ മകനാ അല്ലെ മകളാണ് ഈ കുട്ടി. അപ്പൊ ആ കുട്ടിയുടെ മക്കളും ആ സ്ത്രീ മുല കൊടുത്ത ആ കുട്ടികളും പരസ്പരം സഹോദരങ്ങളായി. അപ്പൊ അവർ തമ്മിൽ മഹറമുകളാണ്. അവർക്ക് തമ്മിൽ അനന്തരാവകാശം ഒന്നും ഉണ്ടാവില്ല, പക്ഷേ വിവാഹബന്ധം പരസ്പരം പാടില്ല. അവർ പരസ്പരം സഹോദരങ്ങളാണ്. അപ്പൊ സഹോദരനും സഹോദരിയും പരസ്പരം വിവാഹം ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാല് ഉഖബത്ത് പിന്നെ ഹാരിസ് എന്നവർ വിവാഹം ചെയ്ത സ്ത്രീയും ഉഖബത്തും യഥാർത്ഥത്തിൽ മുലകുടി ബന്ധത്തിലുള്ള സഹോദരനും സഹോദരിയാണ്. അപ്പൊ അത് പറ്റില്ല, വിവാഹം ചെയ്യാൻ പറ്റില്ല. അത് അറിയാതെയാണ് വിവാഹം ചെയ്തത്. എന്നാ പോലും ഈ സ്ത്രീ പറഞ്ഞല്ലോ, അപ്പൊ അറിഞ്ഞു. അപ്പൊ ഇനിയിപ്പോ എന്താ ചെയ്യാ? അപ്പം അതാണ് അവിടെ നാസിലത്തായ മസാല, അവിടെ ഉണ്ടായൊരു പ്രശ്നം. അതിന്റെ വിഷയം അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് ഈ യാത്ര പോണത്. ഫറക്കിബ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീനത്തി, അപ്പൊ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് മദീനയിലേക്ക് യാത്ര പുറപ്പെട്ടു. ആര്? ഉഖബത്ത് ബിനുൽ ഹാരിസ്. എന്താ പനി ചെയ്യാന്ന് വിചാരിച്ചിട്ട്. ഫസഅലഹു, എന്നിട്ട് നബിയോട് ഈ പ്രശ്നം അവതരിപ്പിച്ചു, ചോദിച്ചു. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അള്ളാഹു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കൈഫ വഖദ് ഖീല, എന്താ പനി, എങ്ങനെ, ഇനി പറയപ്പെട്ടില്ല, പറയപ്പെട്ടല്ലോ. ഫഫാറഖഹ ഉഖബത്തു, അപ്പൊ ഉഖബത്ത് റളിയല്ലാഹു അൻഹു അവരെ വേർപിരിഞ്ഞു. പറഞ്ഞാല് വിവാഹബന്ധം വേർപ്പെടുത്തി, ത്വലാഖ് ചെയ്തു. വനകഹത സൗജൻ ഗൈറഹ, ആ സ്ത്രീ ആകട്ടെ വേറൊരു പിന്നെ ഭർത്താവിനെ വിവാഹം ചെയ്തു. അപ്പൊ ആ സ്ത്രീയുടെ പേര് പിന്നെ ആ സ്ത്രീയുടെ പേര് ഇതിൽ കൊടുത്തിട്ടില്ല, ഉന്നിയ എന്നാ എന്തോ പിന്നെ ഈ റിപ്പോർട്ടിൽ വേറെ വിശദീകരണത്തിൽ കാണാം. അതേപോലെ സ്ത്രീ പിന്നീട് വിവാഹം ചെയ്ത പുരുഷന്റെ പേര് നുറൈബ് എന്നൊക്കെ കാണുന്നുണ്ട്. ഏതായാലും ഇത് ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റാണ്. പലപ്പോഴും ശ്രദ്ധിക്കാതെ, ഇപ്പോ അങ്ങനെ വ്യാപകമായിട്ടില്ല ഈ ഇങ്ങനെ മുല കൊടുക്കുക എന്നുള്ളൊരു രീതി. പണ്ടൊക്കെ സ്ത്രീകള് പിന്നെ സ്വന്തം കുട്ടികൾക്കല്ലാതെ മുല കൊടുത്തിരുന്നു. അപ്പൊ ഇപ്പോഴും ആണെങ്കിലും ചിലപ്പോൾ ചില സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെ മുല കൊടുക്കേണ്ടി വരും. അപ്പൊ 5 തവണ മുല കൊടുത്താന്നൊക്കെയാണ്. അങ്ങനെ അതിന്റെ വിശദമായിട്ടുള്ള മസാലകളൊക്കെ ഫിഖ് ഗ്രന്ഥം. എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പുണ്യം നേടുക.